വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. മുടിക്കോട് മുതൽ പീച്ചി റോഡ് ജംഗ്ഷൻ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിഞ്ഞില്ല. ദേശീയപാത നിർമ്മാണത്തിനൊപ്പം സർവീസ് റോഡിന്റെ നിർമ്മാണവും നടക്കുന്നതാണ് ഗതാഗത കുരുക്ക് ഇത്രയേറെ രൂക്ഷമാകാൻ കാരണമായത്. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതൽ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ അനുഭവപ്പെട്ടത്. മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു രാവിലെ 4:30 മുതൽ ഏകദേശം 10 മണിവരെ വലിയ തോതിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ മഴയും മറ്റുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും മറ്റുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം വളരെ അസഹനീയമെന്ന് തന്നെ വേണം പറയാൻ. ഇവിടുത്തെ റോഡ് ഇവിടെ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ പാലിയേക്കര ടോളും ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആമ്പല്ലൂർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ മോശമായിട്ട് റോഡ് കിടക്കുന്നത്. ടോള് മേടിക്കാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവർക്കില്ല. റോഡ് നന്നാക്കിയിട്ട് ടോള് മേടിക്കാൻ പറയാം. ഇവിടെ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു. തൊട്ടിപ്പുറത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കൂടി നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കോടതി പോലും ചൂണ്ടിക്കാട്ടി ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഈ സർവീസ് റോഡും കൂടി നിർമ്മാണം നടത്തുമ്പോൾ എങ്ങനെ ടോൾ വാങ്ങാൻ കഴിയുന്നു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. ഏകദേശം മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പാലക്കാട് നിന്നും തൃശ്ശൂരേക്ക് പോകുന്ന ആളുകൾക്കാണ് വലിയ തോതിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വളരെ മോശം പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. സുജി പട്ടാമ്പിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.